ഇന്നത്തെ വിഷയം ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണ് ചില സന്യാസിമാർ വസ്ത്രമില്ലാതെ നടക്കുന്നത്? ഹിമാലയത്തില് അതിഭയങ്കരമായ തണുപ്പത്ത് ഐസ് -50, -60 ഒക്കെ -60ഉം 70ഉം ഡിഗ്രിയിലൊക്കെ താപനിലയുള്ളപ്പോ ആ കട്ടിയായ മഞ്ഞില് വസ്ത്രമില്ലാതെ എത്ര സന്യാസിമാരാണ് അവിടെയൊക്കെ നടക്കുന്നത്. കുംഭമേളയില് നിരവധി സന്യാസിമാരാണ് ദിഗംബരന്മാരായി വന്നത്. മഹാജ്ഞാനികളാണിവർ. നമ്മള് ബാക്കിയുള്ളവർ ചോദിക്കും, ഇത് നാണക്കേടല്ലേ, ഇതെന്തിനാണ് നാണക്കേടല്ലേ, അങ്ങനെയൊക്കെ നമ്മളെ പുച്ഛിക്കുന്നു. ഇന്ത്യക്കാരെ പുച്ഛിക്കുകയാണ് ചിലവര്. അറിഞ്ഞുകൂടാത്തവരാണത്. എന്താണ് കാരണം? ഈ മഹാഋഷിമാര്, മഹാതപസ്സികള് തന്റെ ശരീരത്തിൽ കൂടി ഊർജത്തിനെ അന്തരീക്ഷത്തിൽ നിന്നും അവര് തന്റെ ത്വക്കിൽ കൂടി, സ്കിന്നിൽ കൂടി പിടിച്ചെടുക്കുന്നുണ്ട്. ചിലവരാണെങ്കിൽ തലയില് ഷേവ് ചെയ്തിട്ട് തലമുടിയെല്ലാം കളഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പൊ തലയിൽ കൂടിയും ചന്ദ്രകിരണങ്ങളെയും സൂര്യകിരണങ്ങളെയും കോസ്മിക് എനർജികളെയും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളവ മാത്രം സ്വീകരിച്ചിട്ട് അവര് ആവശ്യമില്ലാത്തതിനെ ഉപയോഗിക്കാതെ കളയുകയാണ്. അപ്പൊ ഭസ്മവും കുങ്കുമവും ഒക്കെ ആയിട്ട് പൂശിയാണ് ഇവര് നടക്കുന്നത്. രുദ്രാക്ഷമൊക്കെ ഇട്ടോണ്ടാണ് നടക്കുന്നത്. ഈ ഊർജത്തിനെ സ്വീകരിക്കാൻ ഈ ഭസ്മവും കുങ്കുമവും ഒക്കെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഊർജത്തിനെ സ്വീകരിച്ച് വേണ്ടാത്ത ഊർജത്തിനെ അവർ ഉപയോഗിക്കാതെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് അവര് രാവിലെയുള്ള വെളുപ്പാങ്കാലത്തുള്ള ഏർലി മോർണിംഗിലെ സൂര്യപ്രകാശത്തിന് അവർ ചില സന്യാസിമാര് കണ്ണുകളിൽ കൂടി സ്വീകരിച്ചിട്ട് തന്റെ ശാരീരിക പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ മനുഷ്യരെങ്ങനെയാണ്? സാധാരണ മനുഷ്യർക്ക് ആഹാരമൊക്കെ കഴിച്ച് പച്ചില ചെടികളിൽ നിന്നുള്ള ആഹാരം കഴിച്ച് മാംസമാണെങ്കിൽ അങ്ങനെ, അപ്പൊ അതിൽ കൂടിയൊക്കെ കിട്ടുന്ന ഊർജം നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിൽ കൂടി കടന്ന് തലച്ചോറിലേക്കൊക്കെ എത്തി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രാണോർജം കണ്ടെത്തുകയാണ്. മഹർഷിമാർക്ക്, നല്ല സന്യാസിമാർക്ക് ഏറ്റവും അറിവുള്ളവർക്കാണ് ഇത്രയധികം കഴിവുള്ളത്. അപ്പൊ ഊർജത്തിനെ സ്വീകരിക്കാൻ അവർക്ക് വസ്ത്രം ഒരു തടസ്സമായെങ്കിലോ എന്ന ചിന്തയാല്, അതുകൊണ്ടാണ് ചില സന്യാസിമാർ ദിഗംബരന്മാരായിട്ട് അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ നടക്കുന്നത്. അവര് ഹിമാലയത്തിലെ ഐസ് അവര് എടുത്ത് അതിൽ നിന്ന് ജലം ഉണ്ടാക്കി കുടിക്കും. ഭക്ഷണമൊക്കെ വല്ലപ്പോഴും എങ്ങാനും ഒന്ന് കഴിക്കത്തേ ഉള്ളൂ. അവർക്ക് ഭക്ഷണം, ഊർജം, പ്രാണൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം അവർക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നും ഒക്കെയാണ് അവര് കണ്ടെത്തുന്നത്. അപ്പൊ നമ്മളൊക്കെ ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ മഹർഷിമാർക്ക് അതൊരു പ്രശ്നമല്ല. അവര് ഊർജത്തിനെ, ഈ അന്തരീക്ഷത്തിൽ കാണുന്ന നമുക്ക് കാണപ്പെടാത്ത ഊർജത്തിനെ അവര് സ്വീകരിച്ചാണ് ആ ശാരീരിക പ്രവർത്തനങ്ങള്, പ്രാണോർജത്തിനെ, ശരീരത്തിന്റെ മുക്കിലും മൂലയിലും വരെ ആ ഊർജത്തിനെ ഓടിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഈ പ്രാണോർജത്തിനെ ധ്യാനത്തിലേക്ക് അങ്ങ് അവർ കടന്നിട്ട് പ്രാണോർജത്തിനെ ശരീരത്തിന്റെ മുക്കിലും മൂലയിലേക്കും പ്രാണനെ ഓടിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല സന്യാസിമാരും വിവാഹം കഴിക്കാത്തത്. അവർക്ക് കുടുംബമായിട്ട് ജീവിക്കാനേക്കാൾ വലിയ ആ സ്പിരിച്വൽ എനർജി എന്ന് പറയാം, അന്തരീക്ഷത്തിൽ നിന്നൊക്കെ കിട്ടുന്ന എനർജിയെ അവര് പ്രാണന് വേണ്ടുന്ന ഊർജമായിട്ട് സ്വീകരിച്ച് പ്രാണോർജത്തിനെ ശരീരത്തിൽ മൊത്തം കടത്തി വിടുകയാണ്. സാധാരണ മനുഷ്യർക്ക് അത് പറ്റുമോ? ഇല്ല. അവർ ആഹാരം കഴിച്ചെങ്കിലേ ആഹാരത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റിനെ കാർബണായിട്ട്, ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും, അതായത് ബൈൻഡിങ് എനർജിയൊക്കെ മാറ്റി വലിയ കഷ്ടപ്പെട്ട് നമ്മുടെ ആന്തരിക അവയവങ്ങൾ, കുടലും പാൻക്രിയാസും എല്ലാം കൂടെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരത്തിൽ നിന്നും ഊർജം കിട്ടുകയുള്ളൂ. അതിൽ കൂടി കിട്ടുന്ന ഊർജത്തിനെയാണ് നമ്മൾ പ്രാണന്റെ ശക്തിക്കായിട്ട്, പ്രാണൻ നിലനിൽക്കാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സന്യാസിമാർക്ക് ഇതൊന്നും വേണ്ട. ജൈന മഹാസന്യാസിമാരുടെയൊക്കെ വലിയ വലിയ വിഗ്രഹങ്ങള് ഡ്രസ്സില്ലാതെ അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാര്യം ഇതാ. അപ്പൊ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയണം, നമുക്ക് അറിയണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ ഊർജത്തിന് വേണ്ടി ചെയ്യുന്നത്, സന്യാസിമാര് നേരിട്ടാണ് കോശങ്ങളിലേക്ക് ഊർജത്തിനെ എത്തിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കുന്തി ദേവിക്ക്
പക്വമല്ലാത്ത സമയത്താണ് വലിയ അറിവ് കിട്ടിയത്. അപ്പൊ നമുക്ക് തിരുമൂളാറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും അനേകം മാനുസ്ക്രിപ്റ്റുകളിൽ നിന്നും ഒക്കെ ഇതിന്റെയൊക്കെ രഹസ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ആ പുസ്തകത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത് പല അറിവുകളും ഒളിപ്പിച്ചു വെച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വായിച്ചാലൊന്നും പെട്ടെന്ന് പിടികിട്ടരുത് സാധാരണക്കാർക്ക്. അപ്പൊ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ വേണം പല ശക്തികളും നമുക്ക് കിട്ടാൻ. അപ്പൊ അതുകൊണ്ട് പല ഭാഷയും ഇതിനകത്തുള്ള പല മാനുസ്ക്രിപ്റ്റിലെ പല ഭാഷയും നമുക്ക് ഗൂഢമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപക്വമായ സമയത്ത് പക്വതയില്ലാതെ പെരുമാറാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കുന്തി ദേവിക്ക് പക്വമല്ലാത്ത സമയത്ത് കിട്ടിയ അറിവിനാല് സൂര്യപ്രകാശത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് കർണൻ ജനിക്കുന്നത്. പക്വമല്ലാത്ത സമയത്ത് ജീവിതത്തില് കുട്ടിയായിരിക്കുമ്പോ അത് കൗതുകം മൂലം ചെയ്തു പോയതാണ്. ഇതുപോലെയാണ് വേദമന്ത്രങ്ങളായാലും ശരി തന്നെ, അതെല്ലാം പക്വമായ മനസ്സ് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ അറിവുകൾ, വലിയ വലിയ അറിവുകളൊക്കെ നേടാനായിട്ട്. അപ്പൊ അറിയണം നമ്മള്. കർണൻ ജനിച്ചു മഹാഭാരത യുദ്ധത്തിനൊരു പ്രധാന കാരണമായി. യുദ്ധസമയത്ത് കൃഷ്ണൻ ഭീഷ്മര് വലിയ ശംഖനാദം മുഴക്കുകയാണ് ചെയ്യുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന്, കൗരവ പക്ഷത്തു നിന്നും. ആകെപ്പാടെ യുദ്ധത്തിന്റെ ഭയങ്കരമായ ഭീതിയും കോലാഹലവും ഒക്കെ നടക്കുകയാണ് ഒരു സൈഡില്, മറ്റേ സൈഡിലും അതുപോലെ തന്നെ. അപ്പോഴാണ് കൃഷ്ണന്റെ ശംഖനാദം കേൾക്കുന്നത്. സമാധാനത്തിന്റെ ശംഖനാദമാണ് കൃഷ്ണനിൽ നിന്നും കേൾക്കുന്നത്. ചുറ്റുപാടും കേട്ട് സ്തബ്ധരായി പോയി. അവിടെ കൂടിയ ആൾക്കാർ മുഴുവൻ സ്തംഭിച്ചുപോയി. അർജുനന്റെ ശരീരം തളർന്നു. അർജുനൻ തീർത്ഥത്തിൽ അവിടെ കിടന്നുപോയി. കൃഷ്ണൻ എന്താ ചെയ്തത്? സമാധാനത്തിന്റെ ശംഖനാദം. കൃഷ്ണൻ യുദ്ധം ചെയ്യാനാണോ പറഞ്ഞത്? അല്ല, യുദ്ധം ചെയ്യാൻ നേരത്തെ തന്നെ പോരാളികൾ ഓരോരോ മുൻജന്മത്തിന്റെ ഓരോരോ കാര്യങ്ങളുമായിട്ടും ഈ ജന്മത്തിലെ പ്രതികാരത്തിന്റെ അങ്ങേയറ്റവുമായിട്ട് നിൽക്കുമ്പോഴാണ് യുദ്ധം അവിടെ സ്വാഭാവികമായിട്ടും നടക്കും. അപ്പൊ കൃഷ്ണനല്ല ഇത് ചെയ്യിപ്പിക്കുന്നത്, ഇതാ ഓരോരുത്തരുടെയും പ്രവൃത്തിയാണിത്. അപ്പൊ കർണന്റെ ജനനം എന്ന് പറയുന്നത് ഒരു വലിയ മഹാഭാരത യുദ്ധത്തിന് കാരണമായി എങ്കിൽ ആ അറിവ് പക്വമല്ലാത്ത സമയത്ത് കുന്തിദേവിക്ക് കിട്ടിയത് കൊണ്ടാണ്, അല്ലേ? കുന്തിദേവിക്ക് പക്വമായ സമയത്ത് ആ അറിവ് ഉപയോഗിച്ചപ്പോൾ പാണ്ഡവരുടെ ജന്മം നടന്നു. അപ്പൊ അതിന് ശാന്തിയും സമാധാനവുമാണ് നമുക്ക് ലോകത്തിന് കിട്ടിയത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമ്മളുടെ പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഊർജം നമ്മുടെ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റുകൾ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനെയൊക്കെ ആ ബൈൻഡിങ് എനർജിയെ അറ്റോമിക രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട്, ആ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് വളരെ ശക്തി കൂടിയതാണ്. ആ ശക്തിയായിട്ടുള്ള ഊർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന നല്ല ശാരീരികമായിട്ടുള്ള കഴിവുകൾ, അല്ല ശരീരം നല്ല ഇതായിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഊർജം. ഇനി നമുക്ക് ആ അന്തരീക്ഷത്തിൽ നിന്നും ഈ സന്യാസിമാര് അല്ലെങ്കിൽ ശ്ലോകങ്ങള്, മന്ത്രങ്ങള് ഒക്കെ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഊർജമാണ്. ഈ അന്തരീക്ഷത്തില് വളരെ വേഗത്തിൽ ഇങ്ങനെ പാഞ്ഞു പോകുന്ന ഊർജങ്ങളാണ്. റേഡിയോ വേവ്സ് എന്നൊക്കെ പറയുന്ന കണക്ക് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് ഓഡിയബിൾ ആയിട്ടുള്ളത്, കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ അതായത് ഒരു സെക്കൻഡില് 20 സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. അതുപോലെ 20,000 ഹെർട്സിന് മുകളിലാണെങ്കിലും. അപ്പൊ 963 ഹെർട്സിലുള്ള ശബ്ദം മനുഷ്യന് സമാധാനം തരുന്നതാണ്. സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ നല്ല ഊർജത്തിന് തരുന്നതാണ് 963 ഹെർട്സ്. 777 ഹെർട്സ്, അതായത് ഒരു സെക്കൻഡിൽ 777 സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ശബ്ദ തരംഗങ്ങൾ, അല്ലെ? ആ ശബ്ദ തരംഗങ്ങളൊക്കെ മനുഷ്യ മനസ്സിന് ഏറ്റവും സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നതാണ്. അപ്പൊ ഒരു കുട്ടിക്ക് പോലും ഉറങ്ങാന് നല്ല താരാട്ട് പാട്ട് പാടുന്നതിന്റെ അട്ടഹാസമുള്ള ശബ്ദം കേട്ടാൽ കുട്ടി ഉറങ്ങുകയില്ല, വലിയവരും ഉറങ്ങത്തില്ല. അപ്പൊ നല്ല ശബ്ദം, സംഗീതം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ശാന്തതയും സമാധാനവും ഒക്കെ തരുന്നതാണ്. വേദമന്ത്രങ്ങൾ ഇതുപോലാണ്. മനുഷ്യന്റെ ശരീരത്തിനെ, ഓരോ കോശങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാൻ ഈ വേദമന്ത്രങ്ങളാകുന്ന ഊർജത്തിന് കഴിവുണ്ട്. അതുപോലെ തന്നെ താരാട്ടുപാട്ടിന്
നമ്മളെയൊക്കെ ഇറക്കാൻ, കുഞ്ഞിനെ ഇറക്കാനും അത്രയും ശക്തിയുണ്ട്. കർണാട്ടിക് സംഗീതം, എല്ലാ നല്ല ഭാരതീയ സംഗീതങ്ങൾ മുഴുവൻ, ഉപകരണ സംഗീതങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും തരുന്നത് അതുകൊണ്ടാണ്. ആ ഊർജത്തിനെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ ആനന്ദത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഭാരതീയമായ ആ ക്വാണ്ടം സയൻസ് അല്ലേ ഇത്? ക്വാണ്ടം സയൻസ് അല്ലേ? എനർജി എങ്ങനെയാണ് പാക്കറ്റ് പോലെ കുറച്ച് കുറച്ച് പൊടി രൂപത്തില് ഇത് പാക്കറ്റ് പോലെ ഇങ്ങനെ 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 കടന്നു പോവുക. ഊർജം കടന്നു പോകുന്നു ക്വാണ്ടം രീതിയിൽ വേവ് തരംഗങ്ങളായിട്ട് കടന്നു പോകുന്നു. അപ്പൊ അതിനകത്ത് 963, 700 ഹെർട്സില്, 777 ഹെർട്സില് അങ്ങനെയൊക്കെയുള്ള ആ ശബ്ദ തരംഗങ്ങള് മനുഷ്യനെ ഏറ്റവും സന്തോഷം തരുന്നതാണ്. അപ്പൊ സന്യാസിമാര് കൃഷ്ണൻ ഊതിയ, ശംഖനാഥം ഊതിയ ശബ്ദത്തിന്റെ എത്ര ഹേർട്സിലുള്ള ശബ്ദമായിരിക്കും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഭീഷ്മരൂതിയ ശംഖനാഥത്തിന് എത്ര ഹേർട്സിലുള്ളതായിരിക്കാം? ഓരോ മനസ്സിനെയും മാറ്റിമറിക്കാൻ ഈ ശബ്ദത്തിന്, ഈ സൗണ്ട് എനർജിക്ക് സാധിക്കും. അതെല്ലാം ഈ അന്തരീക്ഷത്തിലുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നിറച്ചും എനർജിയാണ്, ഊർജ തരംഗങ്ങൾ, സൗണ്ട് എനർജിയാണ്. റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കത്തില്ലേ ഓരോന്നോരോന്ന് മാറി 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 വരുന്നത്? അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങൾ. മനുഷ്യ മനസ്സിന് സന്തോഷം തരാനും മനുഷ്യ മനസ്സിലേക്ക് ദേഷ്യങ്ങളും എല്ലാം പ്രവർത്തിപ്പിക്കാനും ഈ ശബ്ദത്തിന് കാഠിന്യമുണ്ട്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ധാ നിക്കവിടെ എന്ന് പറഞ്ഞാൽ കുട്ടി പേടിച്ചിട്ട് അവിടെ നിൽക്കും. ഒരു ഫോൺ കോള്, ദൂരെ നിന്ന് വരുന്ന ഒരു ഫോൺ കോള് വലിയ കട്ടിയായിട്ടാണ് നമ്മളോട് എതിർത്ത് പറയുമ്പോൾ നമുക്കും നമ്മുടെ മനസ്സും മാറും അല്ലെ? ശാന്തമായിട്ട് മോനെ നീ എന്തെടുക്കുന്ന എന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സും മാറും. എത്ര ദേഷ്യത്തോടെ നിൽക്കുകയാണെങ്കിലും നമ്മളുടെ മനസ്സും മാറും. ഇതാണ് ഈ ലോകത്തിലെ തത്വം എന്ന് പറയുന്നത്. ശബ്ദമാണ് ലോകം, ശബ്ദമാണ് സയൻസ്. ശബ്ദത്തിന് നമ്മളെ മാറ്റിമറിക്കാൻ കഴിവുണ്ട്. അപ്പൊ സന്യാസിമാരുടെ കാര്യം മനസ്സിലാക്കാൻ പ്രയാസമൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാവർക്കും ഇന്ന് നല്ല